പിന്നെ എന്താണ് എം ഒ ജോൺ അച്ഛൻ്റെ ആഖ്യാനങ്ങൾ എന്ന് ഒന്നുകൂടി നോക്കാം. രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വികൃതപ്പെടുത്തലുകളും അർത്ഥസത്യങ്ങളുമാണ് ഞാൻ ഖണ്ഡിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് പത്രോസ് തൃതീയൻ പാത്രീക്കീസ് ബാവ കേരളത്തിലേക്ക് വന്നത് എന്ന്. ഇതിന് നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഇതിന് പുറകിൽ ഒരു വലിയ കഥയുണ്ട്. ഓക്കെ, ഇത് നവീകരണ ഭാഷാന്തത എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സുറിയാനിക്കാരെ ഗ്രസിച്ചിരുന്ന ആ വലിയ സംഭവമുണ്ട്. വേദവിപരീതത്തിലേക്ക് സഭ പോയി വഴുതി വഴുതി വീണുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സംഭവമുണ്ട്. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു അബ്രഹാം മൽപ്പാനും മാത്യൂസ് അത്താനാസിയോസും. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് കൃത്യമായി നിങ്ങളെ ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 19-ാം നൂറ്റാണ്ടിലെ ചരിത്രം നമുക്ക് എപ്പോഴും ഒരു മൂടൽ മഞ്ഞിൽ കൂടി മാത്രമേ ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം അത് നമ്മളോട് ഏറ്റവും അടുത്ത ചരിത്ര സംഭവങ്ങളാണ്. 20-21 നൂറ്റാണ്ടിൽ ജനിക്കുകയും വളരുകയും ജീവിച്ചിരിക്കുകയും ചെയ്തവരായ നമ്മൾക്ക് ഏറ്റവും അടുത്ത സംഭവ പരമ്പരകളാണ്. അത് ഏറ്റവും നികൃഷ്ടമായ സംഭവവുമാണ്. കാരണം അന്ന് കേരളം ഭരിച്ചിരുന്നത്, ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. പല വിധത്തിലും ബ്രിട്ടീഷുകാർ നമ്മൾക്ക് പല നന്മകളും ചെയ്തു. അതേസമയം നമ്മളോട് വളരെ ദ്രോഹങ്ങളും നമ്മളെ പല വിധത്തിലും ഞെരുക്കങ്ങളും നമ്മളോട് ചെയ്തു. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെട്ട് മനസ്സിൽ വെക്കുവാൻ കേരളീയരായ എല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും യാക്കോബായ സുറിയാനിക്കാർ ഇതിനെപ്പറ്റി അധികം പഠിക്കുവാൻ മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതാ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ കാര്യങ്ങളെ തമസ്കരിച്ചു വെച്ചുകൊണ്ട് ഇതാ പത്രോസ് തൃതീയൻ പാത്രീക്കീസ് ബാവ ആ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ 1875 കേരളത്തിൽ വന്ന് എന്തെല്ലാമോ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തുവാൻ ശ്രമിച്ചു. ഇതാണ് എം ഒ ജോൺ അച്ഛൻ്റെ നികൃഷ്ടമായ ആരോപണം. അതുകൊണ്ട് ഇത് എന്ത് സംഭവങ്ങളുടെ പരമ്പരയായുള്ള തുടർച്ചയുടെ അവസാന ഘട്ടത്തിൽ പത്രോസ് തൃതീയൻ പാത്രീക്കീസ് ബാവ വരുവാനിടയായി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കാൻ മെനക്കെടാതെ ഞാൻ നിങ്ങൾക്ക് ഗുളിക രൂപത്തിൽ തരുന്നത് എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക, ഹൃദയസ്ഥമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ, നമുക്ക് എല്ലാവർക്കും തന്നെ അതുമൂലം ചരിത്രത്തെ പറ്റിയും നമ്മളുടെ തന്നെ അസ്തിത്വത്തെ പറ്റിയും ഒരു മനോധൈര്യം ഉണ്ടാകും. എന്താണ് സംഭവിച്ചത്? ആരായിരുന്നു ഈ മാത്യൂസ് അത്താനാസിയോസ്? അപ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട്. ഒന്ന് പൊതുവെയുള്ള ആഖ്യാനം, രണ്ട് വളരെ ദീർഘമായതും പുസ്തകത്തിലുള്ളതുമായ ആഖ്യാനം. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നു. പൊതുവെയുള്ള നാരറ്റീവ് ആഖ്യാനം ഇങ്ങനെയാണ്: മാത്യൂസ് അത്താനാസിയോസ് എന്ന ചെറുപ്പക്കാരൻ പഴയ സെമിനാരിയിൽ ചേർന്ന് മാത്യൂസ് എന്ന ഷമ്മാച്ചനായി. 1840 അദ്ദേഹം മർദീനിലേക്ക് പോയി. അവിടെ 1842 മാത്യൂസ് മാർ അത്താനാസിയോസ് എന്ന മെത്രാപ്പൊലീത്തയായി അവരോധിക്കപ്പെട്ടു. 43 അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തി. അവിടെ ചേപ്പാട് മാർ ദിവന്നാസിയോസും ജനങ്ങളും സ്താത്തിക്കോൻ പരിശോധിച്ചപ്പോൾ കൃത്രിമം കണ്ടു. അദ്ദേഹത്തോട് അവർ എതിർത്തു. പക്ഷേ എങ്ങനെയോ അദ്ദേഹം അധികാരം കൈവശപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെയും അവരിൽ കൂടെ രാജാക്കന്മാരുടെയും സമ്മർദ്ദം മൂലം അധികാരം കൈവശപ്പെടുത്തി. അങ്ങനെ സംഘർഷം തുടങ്ങി. ഒടുവിൽ സഭ രണ്ടായി പിളർന്നു. റോയൽ കോർട്ട് വിധി. ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള കഥനങ്ങളും നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എം ഒ ജോൺ അച്ഛന് ഇതിൽ കൂടുതലായുള്ള വിവരങ്ങൾ തീർച്ചയായും അറിയാമെന്ന് തന്നെ ആണ് എൻ്റെ നിഗമനം. പക്ഷേ അത് കരുതിക്കൂട്ടി അത് തമസ്കരിച്ചു വെച്ചുകൊണ്ട് എല്ലാത്തിനും ഒരു കുഴച്ചുമറിച്ചിലുകൾ ഉണ്ടാക്കി അവ്യക്തത സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കൂടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹൂ എക്സാക്ട്ലി വാസ് മാത്യൂസ് അത്താനാസിയോസ്? ശരിക്കും ആരായിരുന്നു ഈ മനുഷ്യൻ? പാലക്കുന്നത്ത് കുടുംബത്തിലെ ആയിരുന്നു. അബ്രഹാം മൽപ്പാന്റെ അനന്തിരവനായിരുന്നു. അത് ഒരു വശത്ത്. അതിൽ കൂടുതലായുള്ള സംഭവങ്ങൾ വായിക്കുക. ഏബ്രഹാം മൽപ്പാന്റെ അനന്തരവൻ മാത്യൂസിനെ
സ്വഭാവ ദൂഷ്യം നിമിത്തം പഴയ സെമിനാരിയിൽ നിന്നും സഭ പുറത്താക്കി. അതായത് ചേപ്പാടുമാർ ദിവന്നാസ്യോസ് ആണ് അന്ന് സഭയുടെ മേലധികാരിയും മെത്രാപ്പോലിത്തായും മലങ്കര മെത്രാപ്പോലിത്തായും. അദ്ദേഹത്തെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കി ചേപ്പാടുമാർ ദിവന്നാസ്യോസ്. കാരണം സ്വഭാവ ദൂഷ്യം ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇങ്ങനെയാണ് രേഖകളിൽ കാണുന്നത്. പിന്നീട് അബ്രഹാം മൽപ്പാൻ അദ്ദേഹത്തെ മദ്രാസിലേക്ക് സി എം എസ് മിഷനറിമാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചു. മാത്യൂസ് അവിടെയും സ്വഭാവ ദൂഷ്യം മൂലം അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. മാത്യൂസ് പിന്നീട് വിദേശത്തേക്ക് യാത്ര ചെയ്ത് മർദീനിൽ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ അടുക്കൽ ചെന്നു. താൻ ഒരു പുരോഹിതനാണെന്നും കേരളത്തിലെ സുറിയാനി സഭ തന്നെ അയച്ചു എന്നും അവകാശപ്പെട്ടു. അത് വിശ്വസിച്ച പാത്രിയർക്കീസ് ഏലിയാസ് രണ്ടാമൻ തൻ്റെ കൂടെ 2 വർഷം താമസിപ്പിച്ച് അപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് തീർച്ചയായും പട്ടത്വം ഇല്ല എന്നുള്ളത്. ഒരുപക്ഷെ ശമാശനായിരുന്നിരിക്കാം. പക്ഷേ പാത്രിയർക്കീസ് ചെയ്തത് അദ്ദേഹത്തിന് 2 വർഷം കൊണ്ട് കൂടെ താമസിപ്പിച്ചു, സുറിയാനി പഠിപ്പിച്ചു, ഭക്ഷണവും കൊടുത്തു, എല്ലാ വിധത്തിലും അദ്ദേഹത്തെ പരിരക്ഷിച്ചു. ആ കൂട്ടത്തിൽ ഷമാശി പട്ടവും അതിനുശേഷം അച്ഛൻ പട്ടവും അതിനുശേഷം ദേറാപ്പട്ടവും അതിനുശേഷം മെത്രാപ്പോലിത്ത പട്ടവും കൊടുത്ത് അവരോധിച്ച് തിരികെ വിട്ടു. മലങ്കരയിൽ വന്നെത്തിയ ശേഷം അബ്രഹാം മൽപ്പാന്റെ നവീകരണങ്ങൾ ഏറ്റെടുക്കുവാനും സീമഷൻ മിഷണറിമാരോടുകൂടി സഭയെ വേദവിപരീതത്തിലേക്ക് നയിക്കുവാനും അന്ന് മെത്രാപ്പോലിത്ത ആയിരുന്ന ചേപ്പാടുമാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്തായെ ധിക്കരിക്കുവാനും തുടങ്ങി. ഇതാണ് ശരിയായ ഈ വ്യക്തിയുടെ ചിത്രം. മൂന്നാമത്തെ പോയിന്റ്, അധികാരമോഹിയായിരുന്നു ഇത്. അബ്രഹാം മൽപ്പാനും ബ്രിട്ടീഷ് അധികാരികളുടെയും പ്രോത്സാഹനത്തിൽ അധികാരം പിടിച്ചെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം. ഇത് അദ്ദേഹത്തെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല. കാരണം പഴയ രേഖകൾ, അതായത് അന്ന് മിഷനറിമാർ ലണ്ടനിലേക്ക് അയച്ച എഴുത്തുകൾ എല്ലാം കോപ്പികൾ സോആസ് എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ ആർക്കൈവ്സിൽ ഉണ്ടായിരുന്നു. അത് വായിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. പക്ഷേ നിങ്ങൾ എന്നെ കേൾക്കുന്നവരായി നിങ്ങൾക്ക്, നമ്മളെല്ലാവരും ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എത്ര ഭാഗ്യം ലഭിച്ചു എന്ന് ചിന്തിക്കുക. ഈ സർവ്വരേഖകളും ഇപ്പോൾ ഡിജിറ്റൈസ്ഡ് ആയിട്ട് കിട്ടും. അതിൻ്റെയും എല്ലാം ലിങ്കുകൾ ഞാൻ കൊടുക്കാം. ആ രേഖകൾ വായിച്ചാൽ മനസ്സിലാകും ഈ അബ്രഹാം മൽപ്പാനും ബ്രിട്ടീഷ് അധികാരികളും, അതായത് ബ്രിട്ടീഷ് റെസിഡന്റ്, CMS മിഷനറിമാര്, എല്ലാവരും കൂടി ഒരു ഒത്തുകളിയായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ വേറെയായിരുന്നു. അവർ പറഞ്ഞത് ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളത് പുറമെ കാണിക്കുന്ന ഒരു മറവ് മാത്രമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പല അധികാര വടംവലികളും സ്വാർത്ഥമോഹങ്ങളും തന്നെ നടന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിയായ കാര്യം ബോധ്യമാകും. പലപ്പോഴും കണ്ടുവരുന്നതും ഇപ്പോഴും കണ്ടുവരുന്നത് പോലെയും വിനയം നടിച്ച് അധികാര ചെങ്കോൽ കൈക്കലാക്കുക, അതിനുശേഷം അത് തന്നെ ഉപയോഗിച്ച് തൻ്റെ മേധാവിയെ അടിച്ചു താഴെയിട്ട് ആ പരമാധികാരം കൈക്കലാക്കുക എന്നിങ്ങനെ നീതിക്കും സത്യത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ഓരോരുത്തരും അവരുടെ ഇടുങ്ങിയ മനസ്സുകൊണ്ട് എന്തെല്ലാമോ സാധിച്ചെടുക്കാമെന്ന് വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മാത്യൂസ് അത്താനാസ്യോസിന്റെ കാര്യത്തിലും ഇത് സാധിക്കുവാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഇതെല്ലാം പൊതുവേദിയിലുള്ള ചരിത്രങ്ങളാണ്. സൗകര്യപൂർവ്വം എമ്മോ ജോൺ അച്ഛൻ ഇതൊക്കെ വിട്ടുകളഞ്ഞത് പരിതാപകരം തന്നെ. വേറെയും ഉണ്ട് വിട്ടുകളഞ്ഞ ഭാഗങ്ങൾ. പക്ഷേ മാത്യൂസ് അത്താനാസ്യോസ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നിയമസാധുതയില്ലായിരുന്നു. 43 പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല കേരളം ഭരിക്കുന്നത്. അപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേരളം ഭരിക്കുന്നത്. അത് വെറും ഒരു കച്ചവട കമ്പനിയാണ്. അവർക്ക് ആരോടും ഒന്നിനും സമാധാനം പറയണ്ട. അവർ they were autonomous, an autonomous company. എന്തും കാണിക്കാം അവർക്ക്. എന്ത് ധാർഷ്ട്യവും കേരളത്തിലോ ഇന്ത്യയിൽ എവിടെ, കൽക്കട്ട പ്രത്യേകിച്ചും ബംഗാളിൽ അവിടെയെല്ലാം
ധാർഷ്ട്യത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടരായിരുന്നു. എനിവേ, മാത്യൂസ് അത്താനാസ്യോസിന് നിയമസാധുതയില്ലായിരുന്നു. 1878-89 കാലഘട്ടത്തിൽ റോയൽ കോർട്ട് വിസ്താരത്തിൽ ഒരു യാക്കോബായക്കാരൻ ആയ ഒരു വിറ്റ്നസ് മാത്യൂസ് അത്താനാസ്യോസിനെ കുറിച്ച് കൊടുത്ത മൊഴി ഇതാണ്. 1843 മുതൽ 53 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സഭ ഭരിക്കുവാൻ കഴിഞ്ഞില്ല, മാത്യൂസ് അത്താനാസ്യോസിന്. കാരണം മലബാറിലെ സുറിയാനികൾ അന്ത്യോക്യ പാത്രിയർക്കീസിനോട് അദ്ദേഹത്തെ പറ്റി പരാതിപ്പെട്ടു. ഡീക്കനായിരിക്കെ സ്വഭാവദൂഷ്യം നിമിത്തം സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവിടെ നിന്ന് ആംഗ്ലിക്കൻ സഭയുടെ സ്ഥാപനത്തിൽ ചേരുകയും ചെയ്ത ഒരാൾ അവിടെ നിന്നും സ്വഭാവദൂഷ്യത്താൽ പുറത്താക്കപ്പെട്ടു. അവിടെ നിന്നുമാണ് അന്ത്യോക്യയിലേക്ക് പോയത്. 2 വർഷത്തിന് ശേഷം മെത്രാനായി മടങ്ങിയെത്തി. അയാൾക്ക് അന്ത്യോക്യ പാത്രിയർക്കീസ് മെത്രാൻ പട്ടം കൊടുത്തിരുന്നാൽ തന്നെയും അത്തരമൊരു പാഷാണ്ടിയെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് മൊഴി കൊടുത്തത്. ഇത് സൂസൻ വിശ്വനാഥൻ എഴുതിയ പ്രശസ്തമായ PhD തീസിസിനെ ആധാരമാക്കിയുള്ള തൻ്റെ പുസ്തകം 1993 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ 27ാമത്തെ പേജിൽ കാണാവുന്നതാണ്. ആ പേജ് മുഴുവനും ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. എനിവേ, ഇത് നമ്മൾ പാത്രിയർക്കീസിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ന്യായമായും അദ്ദേഹം വളരെയേറെ ദുഃഖിച്ചു. പാത്രിയർക്കീസും സിറിയയിലെ സഭയും ഭയങ്കരമായി ചതിയിൽ പെട്ടുപോയി. അവർ എല്ലാവരും വളരെ ദുഃഖിച്ചു. ഈ പരദേശി കള്ളം പറഞ്ഞ് തന്നെ വഞ്ചിക്കുകയില്ലെന്ന് വിശ്വസിച്ചാണ് താൻ അയാളെ സ്വീകരിച്ചത് എന്നാണ് പാത്രിയർക്കീസ് മറുപടി പറഞ്ഞത്. ഈ പരദേശി കള്ളം പറഞ്ഞ് തന്നെ, നമ്മളുടെ രക്തമായിരുന്ന ഒരാളാണ് അന്ത്യോക്യ പാത്രിയർക്കീസിനെ കള്ളം പറഞ്ഞ് വഞ്ചിച്ചത്. അപ്രകാരം ഒരിക്കലും ഉണ്ടാകുമെന്ന് പാത്രിയർക്കീസ് സംശയിച്ചേയില്ല. അതുമൂലമാണ് ഇത് സംഭവിച്ചത്. ഇത് ഈ വാചകം പാത്രിയർക്കീസ് കേരളത്തിലേക്ക് അയച്ച ഒരു എഴുത്തിനകത്ത് ഉള്ളതാണ്. ഈ എഴുത്ത് ഒരു രേഖയായി റോയൽ കോർട്ട് വിചാരണയിൽ സമർപ്പിച്ചതാണ്. ഇത് KK കുരുവിളയുടെ മർത്തോമാ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗത്ത് ഈ വിചാരണയുടെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ചുകൂടി ദീർഘമായ ഒരു എഴുത്താണ്. അതിലെ പ്രസക്തമായ ഭാഗം ഇതാണ്: മലയാളത്തിലേക്ക് ആരെയാണ് അയക്കേണ്ടത് എന്ന ചിന്തയിൽ, അപ്പോൾ അന്ത്യോക്യയിൽ ചിന്തയുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അതിൻ്റെ കാരണം വഴിയെ ഞാൻ പറയുന്നതാണ്. മലയാളത്തിലേക്ക് ആരെയാണ് അയക്കേണ്ടത് എന്ന ചിന്തയിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, അതായത് അധികാരികളും സുന്നകദോസും പാത്രിയർക്കീസും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മത്തായി സമാധാനത്തോടെ ഞങ്ങളുടെ അടുക്കൽ വന്നു. അവനെ കണ്ടപ്പോൾ ഞങ്ങൾ അവനിൽ വളരെ സന്തുഷ്ടരായി. അവരുടെ ഇടയിൽ നിന്ന് ഒരുവൻ വന്നതിനാൽ അവൻ അവരുടെ ഇടയിൽ പിതാവും ഭരണാധികാരിയുമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ്, അതിനാൽ ആദ്യം ഞങ്ങൾ അദ്ദേഹത്തെ ഡീക്കനായും പിന്നീട് റംബാനായും പിന്നീട് മെത്രാപ്പൊലീത്ത ആയും വാഴിച്ച് അയച്ചു. ഇങ്ങനെയാണ് പാത്രിയർക്കീസിന് ഈ വലിയ ഒരു അബദ്ധം പറ്റിയത്. ഇതിൽ പാത്രിയർക്കീസിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. നമ്മളുടെ വ്യക്തിയാണ് പാത്രിയർക്കീസിൻ്റെ അടുത്ത് വിനയം അഭിനയിച്ച് കള്ളം പറഞ്ഞ് ഈ അധികാരം മേടിച്ചെടുത്തത്.